ഒരു വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്വം അവിടുത്തെ ഭാര്യയിലേക്കോ അല്ലെങ്കിൽ അവിടുത്തെ അമ്മയിലേക്കോ പോകുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വിഷമിക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം അവിടുത്തെ കുട്ടിയുടെ ഒരു വിഷയത്തിന് തോക്കുകയാണ് വെക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ട് അവരുടെ അമ്മ നോക്കാഞ്ഞിട്ടാണ്, അല്ലെ പഠിപ്പിക്കാഞ്ഞിട്ടാണ്. ഈവൻ ദോ ആ കുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ഒരു പാർട്ട്ണർഷിപ്പിലാണ് പോകുന്നത്, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഈക്വലി റെസ്പോൺസിബിൾ ആണെങ്കിൽ പോലും അമ്മയാണ് അതിൽ ഏറ്റവും കൂടുതൽ ഗിൽറ്റ് ഫീലിംഗ് അല്ലെങ്കിൽ ആ ഗിൽറ്റ് ഫീൽ ചെയ്യുന്നത് അമ്മമാർക്കാണ് കൂടുതലായിട്ട്. അല്ലെങ്കിൽ ഇപ്പം വളരെ സിമ്പിൾ ഒരു എക്സാമ്പിൾ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വീട്ടിലേക്ക് പെട്ടെന്ന് ഗസ്റ്റ് വരുന്നു, വീടാകെ അലങ്കോലായി കിടക്കുകയാണ്, അവിടുത്തെ വൈഫ് അല്ലെങ്കിൽ അമ്മയ്ക്ക് വയ്യാണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും നമ്മൾ നോക്കില്ല. ഈ പറയുന്ന ആ വയ്യാണ്ടിരുന്ന അവർ പോലും നോക്കില്ല. അവർ പോലും വിചാരിക്കുന്നു, ഓക്കെ എന്റെ തെറ്റ് കാരണമാണ് വീട് മൊത്തം അലങ്കോലായി, എന്റെ തെറ്റ് കാരണമാണ് വീട് മൊത്തം അലങ്കോലായി കിടന്നു, അല്ലെങ്കിൽ അത് എൻ്റെ ഒരു ഫോൾട്ടാണ്. ഈവൻ ദോ ആ വീട്ടിൽ വേറെ ആൾക്കാർ താമസിക്കുന്നുണ്ട്, വേറെ ആൾക്കാർ ആ വീട് വൃത്തിയായി വെക്കുന്നതിന്റെ ഒരു ഉത്തരവാദിത്തം ഷെയർ ചെയ്യേണ്ടതാണ്. ബട്ട് ഇങ്ങനൊരു സന്ദർഭത്തിൽ മിക്കവാറും പ്രശ്നങ്ങൾ സ്വന്തമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് വിഷമിക്കുന്ന അല്ലെങ്കിൽ ഗിൽറ്റ് അടിക്കുന്ന ആൾക്കാരെ നമ്മൾ സ്ഥിരം കാണാറുണ്ടല്ലേ.